മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിമിംഗ്ഹാമിലുള്ള കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറി കാണുവാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ബ്രിമിംഗ്ഹാമിലെ ബോൺവില്ലി എന്നൊരു സ്ഥലത്താണ് ഈ ചോക്ലേറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കാഡ്ബറീസ് ചോക്ലേറ്റിൻ്റെ മുകൾ ഭാഗത്ത് ബോൺവില്ലി എന്നെഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊരു സ്ഥലപ്പേരാണ്. ചോക്ലേറ്റ് ഫാക്ടറിയും അതിനു മുന്നിലുള്ള കച്ചവട സ്ഥാപനവും എല്ലാം ചേർന്ന് വലിയൊരു സമുച്ചയം തന്നെ. കാഡ്ബറീസിൻ്റെ വിവിധതരം ചോക്ലേറ്റുകളുണ്ട് ഇവിടെ. ബ്രിമിംഗ്ഹാമിലെ ബോൺവില്ലിയിലുള്ള ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് കാഡ്ബറി കമ്പനി. കാഡ്ബറി കമ്പനിയുടെ ചരിത്രവും ചോക്ലേറ്റ് നിർമ്മാണവും പ്രദർശിപ്പിക്കുന്ന ഒരു സെൽഫ് ഗൈഡഡ് എക്സിബിഷൻ ടൂറാണ് ഇവിടെയുള്ളത്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വിധം കാണാം, സ്വാദിഷ്ടമായ ചോക്ലേറ്റ് രുചിക്കാം, പിന്നെ കുട്ടികൾക്കായുള്ള കളികളും റൈഡുകളും ഉണ്ട് ഇവിടെ. കാഡ്ബറി കമ്പനി തുടങ്ങിയത് ജോൺ കാഡ്ബറി ആണ്. 1824 ബ്രിമിംഗ്ഹാമിൽ ഒരു ചെറിയ കടയിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചത്. ആദ്യം ഇദ്ദേഹം വിറ്റിരുന്നത് ചായയും കാപ്പിയുമായിരുന്നു. പിന്നീട് അദ്ദേഹം ചോക്ലേറ്റ് പാനീയങ്ങൾ നിർമ്മിക്കാനും വിൽക്കാനും തുടങ്ങി. 1847 അദ്ദേഹത്തിൻ്റെ സഹോദരൻ വില്യം കാഡ്ബറി കമ്പനിയിൽ ചേർന്നു. അങ്ങനെയാണ് കാഡ്ബറി ബ്രദേഴ്സ് എന്ന പേര് വന്നത്. ചോക്ലേറ്റ് നിർമ്മാണം വളരെ രസകരമായ ഒരു പ്രക്രിയയാണ്. കൊക്കോ ബീൻസാണ് ഇതിൻ്റെ പ്രധാന ഘടകം. ഇവയെല്ലാം ശേഖരിച്ച് ഉണക്കിയാണ് തുടക്കം. പിന്നീട് ഇവയെ വറുത്ത് പൊടിയാക്കുന്നു. ഈ പൊടിയിൽ നിന്നും കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും വേർതിരിച്ചെടുക്കുന്നു. ഇവയെല്ലാം ചേർത്ത് പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് നന്നായി മിശ്രണം ചെയ്യുന്നു. ഈ മിശ്രണത്തെ വിവിധ ആകൃതിയിലൊഴിച്ച് ഉറയ്ക്കാൻ വയ്ക്കുന്നു. ഇങ്ങനെയാണ് സ്വാദിഷ്ടമായ ചോക്ലേറ്റ് നിർമ്മിക്കുന്നത്. കാഡ്ബറി കമ്പനിയുടെ മറ്റു ഉൽപ്പന്നങ്ങളിൽ പെടുന്നവയാണ് ഡയറി മിൽക്ക്, സിൽക്ക്, 5 സ്റ്റാർ, ജംസ്, പെർക്ക് തുടങ്ങിയവ. 1849 ഇവർ ആദ്യത്തെ ചോക്ലേറ്റ് ബാർ നിർമ്മിച്ചു. 1866 ഡയറി മിൽക്ക് എന്ന പ്രശസ്തമായ ചോക്ലേറ്റ് ബാർ പുറത്തിറക്കി. 1918 കമ്പനി വനിതകൾക്കായി പ്രത്യേക പരിശീലന കേന്ദ്രം ആരംഭിച്ചു. 2010 ക്രാഫ്റ്റ് ഫുഡ് ഏറ്റെടുത്തതോടെ കാഡ്ബറി അന്താരാഷ്ട്ര ബ്രാൻഡായി മാറി. ഡാർക്ക് ചോക്ലേറ്റിൽ ഫ്ലവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ഓർമ്മശക്തി കൂട്ടുകയും ചെയ്യും. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ. ഇവർ ഇവിടെ ചോക്ലേറ്റ് കൊണ്ട് പലതരം രൂപങ്ങൾ ഉണ്ടാക്കുന്നു. പല രൂപങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം ഞങ്ങൾക്കും കിട്ടി. മറ്റൊരു സ്ത്രീ ചോക്ലേറ്റ് കൊണ്ട് കൂജകൾ ഉണ്ടാക്കുന്നു. ഇവർ ചോക്ലേറ്റിൻ്റെ ഗുണങ്ങളും ചോക്ലേറ്റ് നിർമ്മാണ രീതികളും വിവരിക്കുന്നു. ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റിൽ ഒന്നും കഴിക്കരുതെന്ന് പ്രത്യേകിച്ച് അവിടെ എഴുതി വച്ചിരിക്കുന്നു. കാരണം ഇത് ഡെമോൺസ്ട്രേഷനുള്ള ചോക്ലേറ്റുകളാണ്. ഈ സ്ത്രീ ചോക്ലേറ്റ് ബാറുകൾ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരുന്നത് കണ്ടോ? ചോക്ലേറ്റ് മിശ്രിതം ചില പ്രത്യേകതരം മോൾഡുകളിലാക്കി കൂൾ ചെയ്യുവാൻ വയ്ക്കുന്നു. ഏകദേശം 10 ഡിഗ്രിക്കും 15 ഡിഗ്രിക്കും ഇടയിലുള്ള താപനിലയിലാണ് ഇത് കൂൾ ചെയ്യുന്നത്. എന്നാൽ ഈ താപനില ചോക്ലേറ്റിൻ്റെ തരം പോലെ മോൾഡിങ്ങിൻ്റെ വലുപ്പവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് ചോക്ലേറ്റിന് ശരിയായ പാകവും ഗുണനിലവാരവും നൽകുന്നു. ഫ്രീസറിൽ വെച്ച് കട്ടിയായിട്ടുള്ള ചോക്ലേറ്റ് പുറത്തെടുക്കുമ്പോൾ പ്രത്യേകതരം സ്വാദാണ്. നമ്മൾ ബുൾറിങ്ങിൽ കണ്ടിട്ടുള്ള ബുള്ളിനെ മാതിരിയുള്ള ഒരു സ്റ്റാച്യു ചോക്ലേറ്റിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 1.5 മണിക്കൂറായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.